ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ സംസ്ഥാനത്ത് നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. ഏപ്രിൽ 4 വരെ പത്രികകൾ സ്വീകരിക്കും. പ്രചാരണം രണ്ടാം ഘട്ടത്തിലെത്തിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി ചിത്രം ഏകദേശം വ്യക്തമായതിന് പിന്നാലെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാമനിർദ്ദേശ പത്രികകൾ നാളെ മുതൽ നൽകി തുടങ്ങാം. പൊതു അവധി ദിവസങ്ങളൊഴികെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 4 പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഏപ്രിൽ 5 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായതോടെ മുന്നണികൾ പ്രചാരണ രംഗത്തും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. മണ്ഡല കൺവെൻഷൻ പൂർത്തീകരിച്ച ഇടതുമുന്നണി പ്രചാരണത്തിന് രണ്ടാം ഘട്ടത്തിൽ കുടുംബയോഗങ്ങളിലും വാഹന പ്രചാരണ ജാഥകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മണ്ഡല കൺവെൻഷൻ ശനിയാഴ്ചയോടെ അവസാനിപ്പിച്ച് സ്ക്വാഡ് പ്രവർത്തനത്തിലേക്ക് നീങ്ങാനാണ് UDF തീരുമാനം. എന്നാൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നീങ്ങാത്തത് വയനാട് മണ്ഡലത്തിൽ മുന്നണിയുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. പ്രചാരണത്തിൽ ഇരുമുന്നണികൾക്കും ഒപ്പമെത്താനുള്ള തീവ്രശ്രമത്തിലാണ് NDAയും. BJPയുടെ സ്ഥാനാർത്ഥികളെല്ലാം ഒന്നാം ഘട്ട പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ വയനാട്, തൃശൂർ മണ്ഡലങ്ങളിൽ BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവാത്തത് അതത് മേഖലകളിൽ തിരിച്ചടിയായി. അക്രമരാഷ്ട്രീയവും കോലീബി സഖ്യ ആരോപണവുമായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രധാന പ്രചാരണ വിഷയമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് രണ്ടാം ഘട്ടത്തിൽ മുന്നണികളുടെ മുഖ്യ രാഷ്ട്രീയ ആയുധം. മീഡിയ 1 തിരുവനന്തപുരം.